ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾ, മുദ്രാ ലോൺ പദ്ധതികൾ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ, PM വിശ്വകർമ്മ അങ്ങനെ നിരവധി പദ്ധതികൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ വ്യവസായവൽക്കരണത്തിനും വ്യവസായം പരിപോഷിപ്പിക്കുന്നതിനും സഹായകരമായിട്ടുണ്ട് എന്ന് നമുക്ക് എടുത്തു പറയാം. തീർച്ചയായും അത് കറക്റ്റ് തന്നെയാണ്. കാരണം ഈ പല സ്കീമുകളെ കുറിച്ചൊന്നും അറിവില്ലായ്മയാണ്. ഇപ്പോൾ നമ്മൾ പലർക്കും അറിയാവുന്ന PME-GP അറിയാം, PMFME ഉണ്ട് ഫുഡ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട്, AIF ഉണ്ട് അഗ്രി ഇൻഫ്രാ ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം നിരവധി ഇപ്പം തന്നെ 4 സ്കീമായി. അപ്പോൾ അതിന് തന്നെ 35% വരെ സബ്സിഡി കിട്ടുന്നത് ഈ പ്രോജക്റ്റുകൾക്കെല്ലാം. അപ്പോൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. പല ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു അറിവില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. ഇത് നോക്കുമ്പോഴത്തേക്ക് PME-GP എന്ന് പറയുമ്പോഴത്തേക്ക് വെറും 5% തുക നമ്മൾ മുടക്കിയാൽ മതി. അതായത് 10 ലക്ഷം രൂപയ്ക്ക് മുടക്കും 50,000 രൂപ ഓൺ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. അത്രയും ചെറിയൊരു തുക മുടക്കിയാൽ മതി. അതിൽ കൂടുതൽ മുടക്കാനും പാടില്ല, അതാണ് വേറൊരു സത്യം. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് ഇപ്പം 5 കോടി വരെ നമുക്ക് ഗ്യാരണ്ടി സ്കീമിൽ കിട്ടും. അപ്പോൾ നമുക്ക് അത് പ്രോപ്പർട്ടി കൊടുക്കണമെന്നില്ല, പ്രോപ്പർട്ടി കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടും. അതിനൊരു ചെറിയൊരു ഗ്യാരണ്ടി ഫീസായിട്ട് ഒരു 1% ബാങ്ക് ഈടാക്കും. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത്തരം അറിവുകളും അത്തരം മാർഗങ്ങളും പുതുതായിട്ട് വരുന്നവർക്ക്, നവാഗതർക്ക് നിങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കാൻ നിങ്ങളുടെ അസോസിയേഷന് കഴിയുന്നുണ്ടോ? നമ്മുടെ മെയിനായിട്ട് റോൾ ഇതാണ്. ഇത്തരം സ്കീമുകളുണ്ട്, ഇങ്ങനെയൊക്കെയാണ് വ്യവസായങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അറ്റ്ലീസ്റ്റ് നമ്മൾ പറയും, ആദ്യമേ നമ്മൾ പറയുന്നതാണ്, നിങ്ങളിപ്പോൾ ഒരു അസോസിയേഷൻ്റെ ആളാണോ, റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾ വല്ല ഉത്സവ കമ്മിറ്റിയോ ഇതൊക്കെ ആണെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ വ്യവസായത്തിലോട്ട് വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ എക്സ്പീരിയൻസ്. ഇതിൽ പല ഉദ്യോഗസ്ഥരും പല സ്കീമുകളും കാര്യങ്ങളും ഒക്കെ പറയും. പക്ഷേ അതിനേക്കാൾ ഏറ്റവും വാല്യുബിളായ ടോക്ക് എന്ന് പറയുന്നത് നമ്മുടേതാണ്, വ്യവസായികളാണ്. നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. അതിൽ നിന്നാണ് ഒരു വ്യവസായി മോൾഡ് ചെയ്ത് വരുന്നത്. വ്യവസായത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. അതുപോലെ നമ്മൾ നേരത്തെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ പറഞ്ഞപ്പോൾ ഗവൺമെൻറ് ഭാഗത്ത് സപ്പോർട്ടുണ്ട്. 10 ഏക്കർ വരെ ചെയ്യുന്നതിന് ഡെവലപ്പ് ചെയ്യുന്നതിന് 3 കോടി രൂപ വരെ തരുന്നുണ്ട്. മാത്രമല്ല ആദ്യം നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് മാത്രമേ ഈ എഴുത്തുകൂലി വരുന്നുള്ളൂ. ഇത് അതിന് ഭയങ്കര ചാർജ് വരുന്നത്, ഏകദേശം 10% ഒക്കെ ചാർജ് വരുന്നത്. ആദ്യം ആയി കഴിഞ്ഞാൽ പിന്നെ വ്യവസായത്തിന് വേണ്ടി കൊടുക്കുന്നതിന് 1 രൂപ പോലും നമുക്ക് രജിസ്ട്രേഷൻ. ഞാനിപ്പം സാറിന് തരികയാണെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ലല്ലോ, എഴുത്തുകൂലി 1% പോലും ഇല്ല. അടുത്ത ആളിനെ എഴുതി കൊടുക്കുക, അതിൻ്റെ അടുത്ത ആൾ